ഒരു നഴ്സായിരുന്നു. ഈ ക്രിയേറ്റീവ് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ BSc നഴ്സിംഗ് 4 ഇയർ കഴിഞ്ഞ ശേഷം 1 ഇയർ വർക്ക് ചെയ്തിരുന്നു. NICUവിൽ വർക്ക് ചെയ്തിരുന്നു. പീഡിയാട്രിക് കാർഡിയാക് സർജിക്കൽ ICUവിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഫോട്ടോഗ്രാഫി എന്നൊരു ഫീൽഡിലേക്ക് കരിയർ സ്വിച്ച് ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കരിയർ കോഴ്സ് എൻഡ് ചെയ്യുന്ന സമയത്ത് സാറ് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ മുമ്പിലേക്ക് തന്നത്. വൈ കാണ്ട് യു ജോയിൻ ബോത്ത് കരിയേഴ്സ് ടുഗെദർ? അതായത് എൻ്റെ നഴ്സിങ്ങിലുള്ള ഒരു എക്സ്പീരിയൻസും ഫോട്ടോഗ്രാഫിയിലുള്ള പാഷനും കൂടെ മിക്സ് ചെയ്ത് അത് ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫിയിലേക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ? അത് സാറൊരു ഓപ്ഷൻ എൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ എനിക്കും തോന്നി അത്. കാരണം എനിക്ക് ഓൾറെഡി ബേബീസിനെ മിങ്കിൾ ചെയ്ത് ബേബീസിനെ ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു മെയിൻ ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ അത് തന്നെ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫറായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമും വെബ്സൈറ്റും ഒക്കെ വഴി ഞങ്ങൾ ക്ലയൻസ് ഞങ്ങളായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എൻ്റെ കമ്പനിയിലേക്ക്. അപ്പം കൂടുതലും കസ്റ്റമേഴ്സ് വരുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള മദേഴ്സാണ്. കാരണം ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് സംഭവിക്കേണ്ടത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ്. അപ്പം ഇതറിയുന്ന മദേഴ്സ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴേ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഒരു ഡേറ്റ് ബുക്ക് ചെയ്യുകയും ആ ഒരു ഡേറ്റ് കൺഫേം ചെയ്യുന്ന വഴി നമ്മൾ കൂടുതലും നമ്മൾ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രോപ്സ് യൂസ് ചെയ്യണം, എന്തെങ്കിലും സ്പെഷ്യൽ തീം നിങ്ങളുടെ മനസ്സിലുണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത ശേഷം ബേബി ഡെലിവറി ആയ ശേഷം അവർ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരികയോ അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് ഞാൻ അവരുടെ ലൊക്കേഷനിലേക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ തീം അനുസരിച്ച് പ്രോപ്പർട്ടി നമ്മൾ അറേഞ്ച് ചെയ്യുകയും ബേബീനെ നന്നായി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുകയും ചെയ്യും. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ബോൺ ബേബിയാണ്, അപ്പോൾ എല്ലാ 2 മണിക്കൂറിലും അവർക്ക് ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ഫീഡ് ചെയ്യിപ്പിച്ച് നല്ല ഉറങ്ങിയിരിക്കുന്ന ബേബിനെയാണ് നമ്മൾ കൂടുതലും ബേബി ഷൂട്ടിലേക്ക് എടുക്കുന്നത്. കാരണം അവർ നന്നായി കോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നന്നായി ഫീഡ് ചെയ്ത് ഇപ്പോൾ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ബേബീനെയാണ് നമ്മൾ ഓരോ സ്റ്റൈലിൽ റാപ്പ് ചെയ്ത് ഓരോ സ്റ്റൈലിൽ പോസ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷൂട്ടിന് ശേഷം ചിലപ്പോൾ ഫാമിലി സെഷൻ വേണമെങ്കിൽ ഫാമിലി സെഷൻ നമ്മൾ ആഡ് ചെയ്യും. കംപ്ലീറ്റ് സെഷന് ശേഷം നമ്മൾ ഒരു ഗാലറി, ഓൺലൈൻ ഗാലറി നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുകയാണ്. അതിലവർക്ക് വേണ്ട ഫേവറേറ്റ് ഫോട്ടോസ് അവർ സെലക്ട് ചെയ്യുന്നു. അവർ ഏത് പാക്കേജാണോ അവർ ഓപ്റ്റ് ചെയ്തത് ആ പാക്കേജ് അനുസരിച്ച് കൃത്യമായ നമ്പർ ഉണ്ടാവും. ആ നമ്പർ അനുസരിച്ച് നമ്മൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. കസ്റ്റമർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഇമേജസ് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ്. ന്യൂ ബോൺ ബേബി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, അതായത് മാക്സിമം പോയാൽ ആദ്യത്തെ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതായത് നമ്മൾ ന്യൂ ബോൺ ബേബി എന്ന് ബേബിനെ വിളിക്കുന്നത് ആദ്യത്തെ 28 ദിവസമേ വിളിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് അവരൊരു ഇൻഫൻറ്റ് എന്ന് പറഞ്ഞ അടുത്ത സ്റ്റേജിലേക്ക് മാറുകയാണ്. അപ്പോൾ ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് നിങ്ങൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള മദേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 14 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എത്രയും നേരത്തെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പല ആൾക്കാരും ബേബീസ് കുറച്ച് ചബ്ബി ആവണം അല്ലെങ്കിൽ ബേബീസിന് കുറച്ച് വെയിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 1 month 1.5 month പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട് ഷൂട്ട്. അതൊരിക്കലും ന്യൂ ബോൺ ബേബി ഷൂട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ വേറൊരു ലൈഫ് സ്റ്റേജിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു. ന്യൂ ബോൺ സെഷൻ ഓൾവേസ് സപ്പോസ് ടു ഹാപ്പൻ വിത്തിൻ ഫസ്റ്റ് 6 to 10 days or 6 to 14 days ആണ്. കാരണം ന്യൂ ബോൺ ബേബീസ് ഡെലിവറി ആയ ശേഷം ആദ്യത്തെ ഒരു 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് വരുന്ന ചേഞ്ചസ് വളരെ വലുതാണ്. അതായത് അവരുടെ മൂക്ക് അല്ലെങ്കിൽ ചെവി അല്ലെങ്കിൽ അവരുടെ മുഖത്തുള്ള ചുളിഞ്ഞ സ്കിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ന്യൂ ബോൺ സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആദ്യത്തെ കുറച്ച് ദിവസത്തെ ആ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹെയറും നെയിൽസും ഒക്കെ അങ്ങനത്തെ പ്രഷ്യസ് മൊമെന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെക്കാനാണ് നമ്മൾ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് ന്യൂ ബോൺ സെഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 14 days അതാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു ന്യൂ ബോൺ ബേബി ഫോട്ടോഗ്രാഫർ ആവുക എന്നതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ക്ഷമയാണ്. ഇതിപ്പോൾ ഫീമെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഒന്നുമല്ല, പക്ഷെ കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സ് ഫീമെയിൽസ് ആണ് ഇൻഡസ്ട്രിയിൽ.
പക്ഷെ ആർക്ക് വേണമെങ്കിലും ന്യൂ ബോൺ ബേബി ഫോട്ടോഗ്രാഫർ ആവാം. നല്ലൊരു ക്ഷമയും ബേബീസിനോടൊരു ഇഷ്ടവും മാത്രം മതി. പല തരത്തിലുള്ള റിക്വസ്റ്റുമായിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതായത് ബേബിയെ വളരെ മിനിമലായിട്ട് കാണിക്കണം, മിനിമലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഒരുപാട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് റാപ്പിക് ടെക്നിക്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള പാരൻസും ഉണ്ട്. സെയിം ടൈം സപ്പോർട്ടീവായിട്ടുള്ള പാരൻസിൻ്റെ കൂടെ കുറച്ച് മടിയുള്ള ഗ്രാൻഡ് പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഗ്രാൻഡ് പാരൻസ് സിറ്റുവേഷൻസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. കാരണം ബേബി കോപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ചുറ്റുമുള്ള ഒരു എനർജി കൂടെ കൊണ്ടാണ്. അതായത് ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ പാരൻസോ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ ശരിക്കും ബേബി കോപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം ചുറ്റുമുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വൈബ്സ് ക്യാപ്ചർ ചെയ്യാൻ ബേബിക്ക് കഴിവുണ്ട്. സപ്പോസ് ബേബീൻ്റെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആ ഷൂട്ടുമായിട്ട് കംഫർട്ടബിൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ടെൻഷൻ ബേബിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആ ബേബി ചിലപ്പോൾ ഫോട്ടോഷൂട്ടിന് കോപ്പറേറ്റ് ചെയ്യണം നിർബന്ധമില്ല. എത്രത്തോളം പാരൻസ് ഹാപ്പിയാണോ അത്രത്തോളം ബേബി ഹാപ്പി ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്നിക്സ്, റാപ്പിംഗ് ടെക്നിക്സ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതൊരിക്കലും ബേബിക്ക് ഹാർംഫുൾ അല്ല എന്ന് പറയുക. നമ്മളെ എക്സ്പീരിയൻസ്, ഇത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രത്തോളം ബേബി നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ അവെയർ ആക്കുക. കാരണം ഗ്രാൻഡ് പാരൻസ് ഒബ്വിയസ്ലി അവർക്ക് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ടെൻഷനാണ്. കാരണം പഴയ കാലത്തെ ആൾക്കാരൊന്നും ഫോട്ടോഷൂട്ട് ചെയ്യാറില്ല, ബേബി കണ്ണടച്ചിട്ടുള്ള പിക്ചേഴ്സ് ഒന്നും എടുക്കാറില്ല. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് ആസ് എ ന്യൂ ബോൺ ബേബി ഫോട്ടോഗ്രാഫർ നമ്മളുടെ ഉത്തരവാദിത്വം. ന്യൂ ബോൺ ബേബി ഷൂട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് അത്രയും സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ പ്രോഡക്റ്റും അല്ലെങ്കിൽ റാപ്പുകൾ പോലത്തെ സാധനങ്ങൾ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ ബാസ്ക്കറ്റ് പോലെ ബക്കറ്റ് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷാർപ്പ് എഡ്ജസ് ഒന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബക്കറ്റും ബാസ്ക്കറ്റും ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ന്യൂ ബോൺ ബേബി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രം പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് പ്രോപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അതല്ല നിങ്ങൾ സ്വന്തമായിട്ടാണ് പ്രോപ്പർട്ടി വാങ്ങുന്നത്, ഈ റാപ്പുകളും ക്ലോത്തുകളും ബാക്ക്ഡ്രോപ്പുകളും ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്ത് DIY ചെയ്തുണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക. എല്ലാ ഷൂട്ടിന് ശേഷവും എല്ലാ പ്രോപ്സും വാഷ് ചെയ്യുക. ക്ലോത്ത് മെറ്റീരിയൽസ് എല്ലാം വാഷ് ചെയ്യാൻ പറ്റുന്ന എല്ലാം വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് വെക്കുക. വാഷ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീസ് സൺബാത്ത് ചെയ്യുക. നമ്മൾ വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് നന്നായി ചൂടാക്കി എടുക്കുക. റീൽസുകളുടെയും ഷോർട്സുകളുടെയും ഈ ഒരു കാലഘട്ടത്തിൽ ഫോട്ടോയെക്കാളും അല്ലെങ്കിൽ ഫോട്ടോയോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ സെല് ചെയ്യുന്ന പാക്കേജുകളിലാണെങ്കിലും ഫോട്ടോയോടൊപ്പം തന്നെ വീഡിയോ സർവീസ് അവൈലബിൾ ആണോ എന്ന് കസ്റ്റമേഴ്സ് ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഈ ചെറിയ ബേബി ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലെ ഒരു 1-2 മിനിറ്റ് ദൈർഘ്യമുള്ള കുഞ്ഞു വീഡിയോസ് എടുത്ത് കൊടുക്കാറുണ്ട് നമ്മൾ. അങ്ങനെ എടുക്കുന്നത് പാരൻസിനും ഫ്യൂച്ചറിൽ അവർക്ക് ചെറിഷ് ചെയ്യാവുന്ന മൊമെന്റ്സ്. ന്യൂ ബോൺ ബേബി ഫോട്ടോഗ്രാഫി പാത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമാശീലമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആദ്യത്തെ 1-2 ഷൂട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 ഷൂട്ട് ആ ബേബീസ് നന്നായി കോപ്പറേറ്റ് ചെയ്യണം നിർബന്ധമില്ല. ചിലപ്പോൾ നന്നായി സക്സസ്ഫുൾ ആയിരിക്കാം ഷൂട്ട്, ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ബേബിയെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ഒരു കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണെങ്കിലും മക്കളുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ അനിയത്തിയോ അനിയനോ കസിൻസോ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ബേബി ഷൂട്ടിന് വേണ്ടി ബേബീനെ ഹാൻഡിൽ ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നല്ല ക്ഷമാശീലമുള്ള ആൾക്കാർ ആയിരിക്കുക. ബേബി ഹാൻഡിൽ ചെയ്യുന്നതിൽ നിങ്ങൾ ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്യുക. കീപ്പ് ഓൺ പ്രാക്ടീസിലൂടെ മാത്രമേ ഈ ഒരു സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഷൂട്ടിലും നിങ്ങൾ ഓരോ പുതിയ കാര്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ക്ഷമാശീലമുള്ളായിരിക്കുക. ആദ്യത്തെ ഷൂട്ടുകൾ ഫ്ലോപ്പായി പോയാൽ പോലും ടെൻഷൻ അടിക്കാതെ അടുത്ത ഷൂട്ടിൽ നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിൽ മുമ്പോട്ട് പോകും.